ഞങ്ങളുടെ വീട്ടിലേ ഇന്ന് തെങ്ങ് കയറി. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് നല്ല പണിയായിരുന്നു. കാരണം തേങ്ങയൊക്കെ പെറുക്കിയിടണം, ഓലയൊക്കെ പെറുക്കിയിടണം, അങ്ങനെ കുറേ പണികളുണ്ടായി. അപ്പം ഞാൻ എൻ്റെ വീട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ സ്വന്തം വീടാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിനേലും കുറച്ച് അകലെയാണ് വീട്. അപ്പോൾ തെങ്ങ് കയറിയപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയതാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ പെറുക്കിയിട്ട ഓലകളും. തേങ്ങ ഈ പ്രാവശ്യം കുറവാണ്. ഇതിൽ നിന്ന് ഇവിടെ നിന്ന് ഒന്നോ രണ്ടോ തേങ്ങയൊക്കെ ഞാൻ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോവില്ല. ഇത് ഈ പ്രാവശ്യം കുറവാണ് തേങ്ങ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ കുറേ ഉണ്ടാവും തേങ്ങ. പിന്നെ ഇത് കണ്ടോ, ഈ ചെടി കണ്ടോ, ഇതൊരു ഔഷധ ചെടിയാണ്. ഇത് മുറിവ് ഉണക്കി എന്നാണ് പറയണത്. ഇത് വയറിനൊക്കെ നല്ലതാ, മുറിവിനൊക്കെ നല്ലതാ. അങ്ങനെ ഇത് കുറേ ഇങ്ങനെ പടർന്നിരിക്കുന്നുണ്ട്. പിന്നെയും കുറേ ഔഷധ ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. ഈ വീട്ടിൽ ഇതൊക്കെ നടുന്നത് ഈ വീട്ടിലെ ചേച്ചിയാണ് ഇവിടുത്തെ മെയിൻ ആൾ. ഇതൊക്കെ നടുന്ന ആളൊക്കെ. പിന്നെ തക്കാളി, ചീര, പച്ചച്ചീര, ചുവപ്പ് ചീര എല്ലാം ഉണ്ട്. ഈ പറമ്പിലില്ലാത്ത കാര്യങ്ങളില്ല, എല്ലാം ഉണ്ട് ഇവിടെ. സുലഭമായ എല്ലാം കിട്ടും. പിന്നെ അതുണ്ട് കുരുമുളക് കണ്ടോ, ഈ കുരുമുളക് ഇങ്ങനെ പടർത്തിയിട്ടേക്കണം, ഒരു ഓസിൻ്റെ മുകളിൽ ഇങ്ങനെ പടർത്തിയിട്ടേക്കാണ്. അപ്പോൾ അതിങ്ങനെ അറ്റത്തങ്ങ് കയറിപ്പോയിക്കോളും. നിറച്ചും കുരുമുളകാണ്. ഈ കുരുമുളകൊക്കെ പെറുക്കിയെടുത്ത് മീനൊക്കെ, പച്ച കുരുമുളക് അരപ്പൊക്കെ പുരട്ടി മീനൊക്കെ പൊരിച്ചാൽ നല്ല രസമാണ്. അങ്ങനെ ചെയ്യാറൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, അങ്ങോട്ടും കുറേയൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ പറമ്പിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ. അപ്പോൾ ഇന്ന് കുറേ പണിയുള്ളതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ, പച്ചയായ കാര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കുന്നതാണ്.